ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ മിഷൻസിന്റെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ FAS ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം നമ്മൾ 3 ഭാഗമായിട്ടാണ് ചാപ്റ്റർ 4 പഠിച്ചത്. അതായത് നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം എന്നുള്ളത് 3 കാറ്റഗറിയിൽ നമ്മൾ പഠിച്ചു. ഇന്ന് പുട്ട് ഓഫ് ദ ന്യൂസ് ഓൾഡ് സെൽഫ്, പുട്ട് ഓൺ ദ ന്യൂ സെൽഫ്. പഴയ മനുഷ്യനെ വിട്ടുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹൗ ടു പുട്ട് ഓഫ് ദ ഓൾഡ് സെൽഫ്, പുട്ട് ഓൺ ദ ന്യൂ സെൽഫ്. കർത്താവ് നമ്മളെ വിടുവിച്ചു, കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പുതിയ സൃഷ്ടിയാണെന്നുള്ളത് നമുക്കറിയാമെങ്കിലും നമ്മൾ പഴയ മനുഷ്യനെ പോലാണ് ജീവിക്കുന്നത്, അല്ലേ? പഴയ മനുഷ്യനെ പോലെയാണ്. പുതിയ സൃഷ്ടിയാണോ? പുതിയ സൃഷ്ടിയാണ്, പക്ഷെ ജീവിതശൈലി പഴയ മനുഷ്യനെ പോലെ. അപ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ പുതിയ മനുഷ്യനെ പോലെ ജീവിക്കണം. പുതിയ സൃഷ്ടിയാന്ന് പറഞ്ഞിട്ട് പഴയ മനുഷ്യനെ പോലെ ജീവിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ല. നമ്മുടെ നാളെയാണ് കൊച്ചിയിലെ ടെൻറ്റ്, ഉണർവ് ടെൻറ്റ് 5:30 റേനായി. വരാവുന്നവർക്കൊക്കെ വരാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ടെൻറ്റ് ആണ്. നമ്മുടെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൻ്റെ ഒരു കൺക്ലൂഷനും കൂടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് നമ്മുടെ ടീൻസ് ക്യാമ്പ് April 10, 11, 12, സ്ലിംഗ് ഷോട്ട് 25. അതിൻ്റെ പോസ്റ്റർ ഇടാൻ ഞാൻ വിട്ടുപോയി. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് ഓൺലി ഫോർ ടീൻസ് 13 to 18 years. അതൊരു വെരി യുണീക്ക് ക്യാമ്പാണ്, റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അതുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്കും വന്ന് താമസിക്കണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, നമുക്ക് അക്കോമഡേഷൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇന്നലെയാണ് നമ്മളത് ലോഞ്ച് ചെയ്തത്. വളരെ പെട്ടെന്ന് സീറ്റ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞ് അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് പ്രത്യേകം ഞാൻ പറയാം. അതിൻ്റെ ഡീറ്റെയിൽസും ഫ്ലയറും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മുടെ ക്യാമ്പസ് മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. 8 സ്കൂളുകളിൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് ടീം മുഴുവൻ യാത്ര ചെയ്യുകയാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഇപ്പോൾ ഇന്ന് നാളെ ടെൻറ്റ്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ സ്കൂൾ ക്യാമ്പസസ്, ഫ്രൈഡേ ട്രിവാൻഡ്രത്ത് നമ്മളൊരു കോൺസേർട്ട് ചെയ്യുന്നുണ്ട് നന്ദഗോഡ് മാർത്തോമ ചർച്ചിൽ. പിന്നെ അത് കഴിഞ്ഞ് സാറ്റർഡേ കൊച്ചിയിൽ KC കാൻഡിൽസ് കൺവെൻഷനാണ്. അത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ പിന്നെയും സ്കൂൾസ്. പിന്നെ നമുക്ക് കൊല്ലത്ത് February 1 യൂത്ത് ഔട്ട്റീച്ച് ഡേ ആണ്. അതുകൊണ്ട് എവറി ഡേ ഇനി അടുത്ത 2 weeks നമുക്ക് പാക്ഡ് പ്രോഗ്രാംസ് ആണ്. നിങ്ങൾ പ്രത്യേകം ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും പനിയും ചുമയും ഒക്കെ ആണല്ലോ ഈ സീസണിൽ. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. തൊണ്ടയുടെ പ്രശ്നമുള്ളവരുണ്ട്. അതുകൊണ്ട് ടീമിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് അധ്വാനം ഇതിൻ്റെ പിറകിൽ പോകുന്നുണ്ട്. ക്യാമ്പസസിൽ നമുക്ക് എങ്ങനെയെങ്കിലും സുവിശേഷം എത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിയൽ പ്രെയർ ബാക്കപ്പ് ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകണമെന്നുള്ളത് ഞാൻ വളരെ ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമുക്ക് ഒരു ചാൻസ് ആണ് കിട്ടുന്നത് ഈ പിള്ളേരുടെ ഇടയ്ക്ക്. എനിക്കറിയാം സ്കൂളിൽ വെച്ച് എത്ര എൻ്റെ ഫ്രണ്ട്സ് കർത്താവിനെ അറിഞ്ഞത് ഈ ക്യാമ്പസ് മിനിസ്ട്രിയിലൂടെ. എന്നാൽ ഇന്ന് അത് അധികം നടക്കാത്തത് കൊണ്ട് അധികം ആളുകൾ കർത്താവിൻ്റെ ആ ഒരു ഗോസ്പൽ എക്സ്പോഷർ അവർക്ക് ലഭിക്കുന്നില്ല. നമുക്ക് എല്ലാ വാതിലുകളും തുറന്ന് കർത്താവ് തന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റഡിയിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഡോക്ട്രിൻ. ക്രിസ്തുയേശുവിൽ നമ്മൾ ആരാണ്? സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. വാട്ട് ഇസ് ആ ഡോക്ട്രിൻ? എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? എങ്ങനെയാണ് വീണ്ടെടുത്തത്? എങ്ങനെയാണ് മുൻ നിയമിക്കപ്പെട്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ 1 to 3 നമ്മൾ പഠിച്ചു. എന്നാൽ 4 to 6 എന്താണ്? എങ്ങനെ ഒരു വിശ്വാസി ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. ഹൗ ദെൻ ഷാൽ വി ലിവ്? അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഭാഗം പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് പുട്ടിംഗ് ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് പുട്ടിംഗ് ഓൺ ദ ന്യൂ മാൻ. പഴയ മനുഷ്യനെ വിട്ടുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നത്. അതാണ് 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടി, അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹീസ് എ ന്യൂ ക്രിയേഷൻ. അപ്പോൾ പുതിയ ജനനം, അതായത് വീണ്ടും ജനനം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, വൺസ് യു ആർ എ ന്യൂ ക്രിയേഷൻ, യു ഹാവ് എ ന്യൂ ബർത്ത്, യു ആർ എ ന്യൂ ക്രീച്ചർ. കണ്ടാൽ പഴയതുപോലൊക്കെ തന്നെ ഇരിക്കുന്നതെങ്കിലും നമ്മൾ പുതിയ മനുഷ്യനാണ്. എല്ലാം കൊണ്ടും പുതിയ മനുഷ്യനാണ്. ഈ പുതിയ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ പഴയ സ്വഭാവത്തോട് ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് എ ടോട്ടലി ന്യൂ നേച്ചർ. നമുക്ക് പുതിയൊരു മനുഷ്യൻ, പുതിയൊരു ജീവിതം, എല്ലാം പുതിയതാണ്. യുനോ, the old is gone, behold the new has
ബിക്കം. മെറ്റമോർഫോസിസ് അല്ലേ, അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റർപില്ലർ ഒരു ബട്ടർഫ്ലൈ ആയി മാറുമ്പോൾ കാറ്റർപില്ലറിന്റെ ദേഹത്തോട്ട് ഇങ്ങനെ കുറെ ചിറക് ഫിറ്റ് ചെയ്തല്ല കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആകുന്നത്. പിന്നെന്തുവാ, കാറ്റർപില്ലർ ഹാസ് മെറ്റമോർഫസൈസ്ഡ്, ഇറ്റ്സ് ബിക്കം എ ന്യൂ ക്രീച്ചർ. അങ്ങനെയാണ് അതൊരു ബട്ടർഫ്ലൈ ആയി മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് പഴയതിനോട് ചേർത്ത് ഒട്ടിച്ചു വെക്കുന്നതല്ല. വി ആർ ടോട്ടലി എ ന്യൂ ക്രിയേഷൻ. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, പാപം എന്നുള്ളത് നമ്മുടെ ജഡത്തിനകത്ത് വസിക്കുന്ന ഒരു കാര്യമാണ്. There is indwelling sin in the flesh. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു പുതിയ മനുഷ്യനും പുതിയ സൃഷ്ടിയാണെന്നുള്ളതാണെങ്കിലും പലപ്പോഴും അതിൻ്റെ മുഴുവൻ മാനിഫെസ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. വി ആർ എ ന്യൂ ക്രിയേഷൻ, but we will never be able to see the full manifestation of that because there is indwelling sin in our flesh. അതുകൊണ്ടാണ് കർത്താവിനെ കാണുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിത്തീരും. അതായത് വെൻ വി ആർ ഗ്ലോറിഫൈഡ് വി ഷിൽ ജസ്റ്റ് ബി ലൈക്ക് ഹിം. അന്നാണ് നമ്മുടെ പുതിയ മനുഷ്യന്റെ മുഴുവൻ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നത്, പാപ സ്വഭാവത്തിൽ നിന്ന് വിട്ട്. എന്നാൽ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ജഡത്തിൽ വസിക്കുന്ന ഒരു പാപമുണ്ട്. ആ പാപ സ്വഭാവം എന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പോരാട്ടം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. സോ വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലീസ്. നമ്മുടെ പൊസിഷനിൽ അത് തന്നെയാണ്, അതിലൊരു വ്യത്യാസവുമില്ല. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജഡത്തിലെ പാപം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു മറയായി നിൽക്കുന്നത് കൊണ്ട് ആ പുതിയ ജനനത്തിൻ്റെ അല്ലെ പുതിയതായ ആ പുതിയ സൃഷ്ടിയുടെ മാനിഫെസ്റ്റേഷൻ നമുക്ക് മുഴുവനായി കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എങ്ങനത്തെയാ, വാട്ട് ഈസ് ദ ഓൾഡ് സെൽഫ്? പഴയ മനുഷ്യൻ എന്താണ്? 17-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യത്തിൽ പഴയ മനുഷ്യൻ എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ കാണാം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പഴയ മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാണ് പഴയ മനുഷ്യൻ? ഒന്ന്, ദുർനടപ്പുള്ള മനുഷ്യനാണ് പഴയ മനുഷ്യൻ. ഇമ്മോറൽ ലൈഫ് സ്റ്റൈൽ. ഈ എഫെസസ് എന്ന് പറയുന്ന സ്ഥലം അർത്തിമിസ് ദേവി അല്ലെ ഡയാന ദേവിയുടെ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലമാണ്. നമ്മളത് അപ്പോസ്തല പ്രവൃത്തിയിൽ പഠിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാ വിധത്തിലെ അധർമ്മം, ഒരുപക്ഷെങ്കിൽ ഏറ്റവും അധർമ്മം നിറഞ്ഞ സിറ്റി ആണെന്നാണ് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു സ്ഥലം. അതിന്റെ കാരണം എന്നാ, ഈ അർത്തിമിസ് ദേവി അല്ലെങ്കിൽ ഡയാന ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് അവരുടെ മതത്തിന്റെ ഭാഗമായി എല്ലാ വിധത്തിലെയും ദുർനടപ്പ്, യു കനോട്ട് ഈവൻ ഇമാജിൻ, ഓൾ കൈൻഡ്സ് ഓഫ് അട്രോസിറ്റീസ് യൂസ് ടു ഹാപ്പൻ. അങ്ങനെ ഒരു സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. ഈ പറഞ്ഞ സ്ഥലത്താണ് തിമോത്തിയോസ് എന്ന് പറയുന്ന യൗവനക്കാരൻ നിൽക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഈ അധർമ്മം നിറച്ച സ്ഥലത്ത് പൗലോസ് പോയി പ്രസംഗിച്ചു. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എഫെസോസിൽ അദ്ദേഹത്തിനെ അടിച്ചോടിച്ചതിന്റെ കാരണം ഈ വെള്ളി അത് മുതലായ ഈ കൊല്ലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പണി ബിസിനസ്സിലൊക്കെ വെള്ളത്തിലായി. കാരണം എന്നാ, ആളുകൾ സത്യത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അധർമ്മം വിടാൻ തുടങ്ങി, വിഗ്രഹാരാധന വിടാൻ തുടങ്ങി. അത്ര ശക്തമായ അങ്ങനെയാണ് എഫെസോസിലെ സഭ സ്ഥാപിക്കപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തി മൂലം നമ്മുടെ ചുറ്റും നടക്കുന്ന അധർമ്മം നിറഞ്ഞ ചില ബിസിനസ്സുകളൊക്കെ അടച്ചുപൂടണം. അതാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ശക്തി. അല്ലാതെ നമ്മൾ എന്തുമാത്രം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല. അതൊക്കെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് കാണുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എങ്ങനെയാണ് നടക്കുന്നത്? ദുഷ്കാമത്തിലും ദുർനടപ്പിലുമാണ് നമ്മുടെ പഴയ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ദ ഓൾഡ് സെൽഫ്. നമ്മുടെ ഓൾഡ് സെൽഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെയാണ് ജാതികൾ ജീവിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. ഇമ്മൊറാലിറ്റി ഈസ് ദ ലൈഫ് സ്റ്റൈൽ. 2, ഇന്റലക്ച്വലി ഫ്യൂട്ടൈൽ. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് അവർ അന്ധബുദ്ധികൾ ആയി. ഇന്റലക്ച്വലി ഫ്യൂട്ടൈൽ. വിശ്വാസികളും അവിശ്വാസികളും അവരുടെ ചിന്തകളിൽ ഭയങ്കര വ്യത്യാസമാണ്. They don't think alike. അവരുടെ ചിന്തകളിൽ ഭയങ്കര വ്യത്യാസമാണ്. പല കാര്യങ്ങളും നമ്മൾ ഓർക്കും,
ഇത്ര ലോജിക്കലായിട്ടുള്ള കാര്യം, ഇത് കോമൺ സെൻസ് അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലും അവരെങ്ങനെയാ കാണുന്നത്? അത് നിങ്ങളെന്തോ ഈ പറയുന്നത്, അങ്ങനല്ലല്ലോ എന്ന് പറയും. എങ്ങനൊക്കെ നമ്മൾ അവരോട് സംസാരിച്ചാലും നമ്മൾ കാണുന്നത് പോലെ അവർക്ക് അത് കാണാനൊക്കത്തില്ല. അതിന്റെ കാരണം എന്നാ? വ്യർത്ഥ ബുദ്ധി. അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. അവർ ചിലപ്പോൾ IIT IIM ഗ്രാജുവേറ്റ്സും ഹാർവേഡ് ഗ്രാജുവേറ്റ്സും ഒക്കെ ആയിരിക്കും, ഭയങ്കര ബുദ്ധിയായിരിക്കും. പക്ഷെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ റാഷണൽ പ്രോസസ്സസ് പോലും വർക്ക് ചെയ്യത്തില്ല. അതിന്റെ കാരണം എന്നാ? ദേ ആർ ഫ്യൂട്ടൈൽ ഇൻ ദെയർ തിങ്കിങ്. നമ്മുടെ മനസ്സ് ആത്യന്തികമായ ഒരു അധികാരം നമ്മൾ കൊടുത്താൽ, ഇഫ് ആർ മൈൻഡ് ഇസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി, എൻ്റെ മനസ്സ് പറയുന്നതാണ് അവസാനത്തെ വാക്കെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതുപോലെ അല്പബുദ്ധിയും അന്ധബുദ്ധികളും വ്യർത്ഥ ബുദ്ധികൾ ഉള്ളവരായിത്തീരും. ചിലരോടൊക്കെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേ എല്ലാം ഓക്കെയാണ്, പക്ഷെ ചില തെറ്റും ചില ശരികളൊക്കെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ നമ്മളോട് പറയും അതെന്താ തെറ്റ്, അതിനെന്താ പ്രശ്നം. ഇനിയിപ്പം നമ്മൾ എങ്ങനെയൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം അവരുടെ വ്യർത്ഥ ബുദ്ധി. റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. അവർ ദൈവത്തെ വിട്ട് കളഞ്ഞുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അവരെ ഏൽപ്പിച്ചു കൊടുത്തു, പാപത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം അന്ധമായി പോയി. One of the consequence of sin is intellect, it's futility in the way you think. അത് പാപത്തിന്റെ ഒരു പരിണത ഫലമായി. They have become foolish. അവർ വളരെ ജ്ഞാനികളായി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ബുദ്ധിഹീനരായി മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇമ്മോറൽ ലൈഫ് സ്റ്റൈൽ, രണ്ട് ഇന്റലക്ച്വലി ഫ്യൂട്ടൈൽ, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല. മൂന്ന് ഹൃദയകാഠിന്യം. പാപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം, ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാകും. പാപത്തിന്റെ പ്രത്യേകതയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും പാപം നമ്മൾ അനുവദിച്ചാലുള്ള ഏറ്റവും വലിയ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഹൃദയകാഠിന്യം. ഈ ഹൃദയകാഠിന്യം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? കുറച്ച് കഴിയുമ്പോൾ ഈ പാപത്തിനാന്നുള്ള ചിന്ത പോലും നമുക്ക് വിട്ടുപോകും, നമ്മൾ അറിയുന്നില്ല. ഹൃദയകാഠിന്യം കാരണം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ ഇപ്പോൾ അതൊരു ജീവിത ശൈലിയായി മാറി. യു ഹാവ് ഹാർഡൻഡ് യുവർ ഹാർട്ട്. എപ്പോഴൊക്കെ സംഭവിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്? അധർമ്മത്തിലേക്ക് അത് നീങ്ങുന്നു, അശുദ്ധിയിലേക്ക് നീങ്ങുന്നു, അത്യാഗ്രഹത്തിലേക്ക് നീങ്ങുന്നു. യു ആർ ലിവിങ് എ ലൈഫ് ഓഫ് ഇംപ്യൂരിറ്റി, യു ആർ ലിവിങ് എ ലൈഫ് ഓഫ് ഗ്രീഡ്. അപ്പോൾ എന്താണ്? എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആർജിച്ചെടുക്കുക, എന്തെങ്കിലുമൊക്കെ കവർന്നെടുക്കുക, പണത്തിന്റെ പുറകിൽ പോകുക, ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റിന്റെ പുറകിൽ. ഇതിന്റെ എല്ലാം കാരണം എന്നാ? യുവർ ഹാർട്ട് ഹാസ് ബിൻ ഹാർഡൻ. ഇങ്ങനെയാണ് ജാതികൾ നടക്കുന്നത്. ദിസ് ഇസ് ദ ഓൾഡ് സെൽഫ്. ഇത് നമ്മുടെ പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യനല്ല. ദിസ് ഇസ് ആർ ഓൾഡ് സെൽഫ്. എന്നാൽ ഈ പഴയ മനുഷ്യനെ നമ്മൾ വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ പുതിയ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? അത് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഇവിടെ നമ്മളെ കാണുന്ന പിക്ചർ ഉണ്ടല്ലോ, പൗലോസ് നമ്മുടെ മുമ്പിൽ വരയ്ക്കുന്ന പിക്ചർ, പഴയ മനുഷ്യൻ നിങ്ങൾ ഉരിഞ്ഞു കളയണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ഹൗസ് ഡ്രസ്സ് മാറ്റി നിങ്ങൾ പുതിയൊരു ഡ്രസ്സ് ധരിക്കുന്നത് പോലെ തന്നെ. എന്താണ് ഇവിടെ പറയുന്നത്? വളരെ വ്യക്തമായിട്ട് പറയുന്നത്, പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ദിസ് ഇസ് പാർട്ട് ഓഫ് ആർ സാങ്ക്ടിഫിക്കേഷൻ. കർത്താവ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കി, പക്ഷെ പഴയ മനുഷ്യന്റെ ആ ഷർട്ട് എടുത്ത് ധരിക്കരുത്. പല വിശ്വാസികൾക്ക് എന്നാ സംഭവിക്കുന്നത് അറിയാം? അവര് ആ പഴയ മനുഷ്യനെ ഒരു കോട്ട് ഹാങ്ങറിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, അതിങ്ങനെ വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തങ്ങിടും. അത് അവരല്ല, അവർ പുതിയ സൃഷ്ടിയാണ്, പക്ഷെ ഇടയ്ക്ക് ആ കോട്ട് എടുത്തിടും. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ വിശ്വാസികളാ പറയുന്നത്, ഞാൻ ആ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ ആ പഴയ മനുഷ്യനെ നിങ്ങൾ ഉണർത്തരുത്. എടാ, കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് പഴയ മനുഷ്യനെ ക്രൂശിച്ചിരിക്കുന്നതല്ല പൗലോസ് പറഞ്ഞത്. ഈ ക്രൂശിക്കപ്പെട്ടവരെ പിന്നെ ഇടുന്നത്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പഴയ മനുഷ്യനെ നിങ്ങൾക്കറിയത്തില്ല ഞാൻ ആരായിരുന്നെന്നറിയാവോ? ആ മനുഷ്യൻ മരിച്ചിട്ടില്ല, അതുകൊണ്ടാ.
മരിച്ചെങ്കിൽ ഞാൻ ആരായിരുന്നു എന്ന് പറയുവോ? പറയത്തില്ല. ഏ പറയത്തില്ല. അതുകൊണ്ട് ഈ പുതിയ മനുഷ്യൻ എന്തോ മനുഷ്യനാ? ഒന്ന് ക്രിസ്തുവിലുള്ള മനുഷ്യനാ. യു ആർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ എവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നത്? നമ്മള് സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാ. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ പഠിച്ചല്ലോ. വി ലേൺ അബൌട്ട് ഇറ്റ്. നോ, വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലീസ്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ലെവലിലേക്ക് ഒന്ന് താഴും. എന്തുകൊണ്ടാ? രണ്ടെണ്ണം പറയാതെ എങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്? പഴയ മനുഷ്യനെ എടുത്ത് ധരിക്കുക. പഴയ മനുഷ്യനെ ധരിക്കരുത്. നമ്മൾ പുതിയ മനുഷ്യനാ. അപ്പൊ ഒന്ന്, ക്രിസ്തു യേശുവിലാണെന്നുള്ള കാര്യം മറക്കരുത്. ഓൾവേസ് റിമെമ്പർ വി ആർ ഇൻ ക്രൈസ്റ്റ്. അതാണല്ലോ എഫേസ്യ ലേഖനത്തിന്റെ തീം. വി ആർ ഇൻ ക്രൈസ്റ്റ്. ഒറ്റ ചോദ്യമുള്ളൂ. നമ്മൾ പിള്ളേരോടൊക്കെ നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടാണെങ്കിൽ, അല്ലെ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ ആ വാക്ക് പറയുവോ? ക്രിസ്തു വേണ്ട, വേറൊരു വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലല്ലോ, അല്ലേ? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരാൾ നമ്മുടെ ലൈനിന്റെ മുമ്പിൽ കുറുകെ ചാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ചൂടാവുക. നമ്മുടെ കൂടെ ചർച്ചിൽ വരുന്നൊരു വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് പറയത്തില്ലല്ലോ. നമ്മൾ അപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര വിശുദ്ധന്മാരായി. ആ ബോധം നമുക്ക് വേണം. നമ്മൾ ക്രിസ്തുവിലാണെന്നുള്ള ബോധം. ക്രിസ്തുവിൽ, വി ആർ ഇൻ ക്രൈസ്റ്റ്. 2, നിങ്ങൾ ക്രിസ്തുവിന്റെ സത്യം അറിഞ്ഞവരാ. വി നോ ഗോഡ്സ് ട്രൂത്ത്. ഇറ്റ്സ് നോട്ട് മാൻസ് ട്രൂത്ത്. ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? യോർ ട്രൂത്ത്, മൈ ട്രൂത്ത് ഇസ് മൈ ട്രൂത്ത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. അതുകൊണ്ടാണ് ഫ്യൂട്ടിലിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാകുന്നത്. കാരണം എന്നാ? നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നീ അങ്ങനെ ചെയ്തോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ശരിയെന്നെങ്കിൽ അത് കുഴപ്പം. അപ്പം ഈ സൈഫ് അലി ഖാന്റെ വീട്ടിലെ ഒരുത്തൻ കയറി കത്തിയിട്ട് കുത്തി. അവന് തോന്നുന്നു അത് ശരിയാണെന്ന്. അത് അവന്റെ ട്രൂത്താ. ഓക്കെ, യു ക്യാരി ഓൺ എന്ന് പറയുമോ നമ്മൾ? ഇല്ല. അപ്പൊ പോലീസിനെ പിടിക്കണം. അതെന്നാ പ്രശ്നം? അപ്പൊ നമുക്ക് സൗകര്യം ഉള്ള പോലെ നമ്മൾ സത്യത്തെ കാണുന്നത്. നോ, ദർ ഇസ് ഓൺലി വൺ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് ഗോഡ്സ് ട്രൂത്ത്. ഒറ്റ സത്യമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സത്യമാണ്. ഇത് അക്നോളജ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്നാ? നമ്മൾ അന്ധബുദ്ധികളായി മാറി. അതുകൊണ്ടാണ് ഇത്രയും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും ആളുകൾ ഈ TV ഡിബേറ്റിൽ വന്ന് മണ്ടത്തരം വിളിച്ച് പറയുന്നതിന്റെ കാരണം എന്നാ? ബിക്കോസ് അവരുടെ മനസ്സ് അന്ധബുദ്ധികളായി മാറി. സോ വി ആർ പീപ്പിൾ. നമ്മൾ ആരാ? നമ്മൾ പുതിയ സൃഷ്ടിയിൽ, നമ്മൾ ദൈവത്തിന്റെ. അപ്പൊ എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സത്യമാണ്. പീലാത്തോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? വാട്ട് ഇസ് ട്രൂത്ത്? ഈ ലോകത്തിൽ ഏറ്റവും നല്ല ചോദ്യമാണ് വാട്ട് ഇസ് ട്രൂത്ത്. ഇതുപോലൊരു ചോദ്യം, ഇത്ര ക്ലാസ് ഒരു ചോദ്യം പീലാത്തോസ് ചോദിച്ചു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? പീലാത്തോസ് ഈ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നില്ല. നമ്മളിൽ പലരും അങ്ങനെ. നമ്മൾ ചോദ്യം ചോദിക്കും, പക്ഷെ ഉത്തരം ലഭിക്കാൻ കാത്തിരിക്കത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വാട്ട് ഇസ് ട്രൂത്ത്? എന്തോ ട്രൂത്ത്? വിശ്വാസിക്കറിയാം എന്തോ അത് ട്രൂത്ത്? ക്രിസ്തു തന്നെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. അപ്പൊ നമ്മൾ ക്രിസ്തുവിലായാൽ വി നോ ഗോഡ്സ് ട്രൂത്ത്. 3, വി ഹാവ് ബീൻ ഡെലിവേർഡ് ഫ്രം അവർ ഓൾഡ് സെൽഫ്. പഴയ മനുഷ്യനിൽ നിന്നും, കേട്ടോ, വളരെ പഴയ മനുഷ്യനെ കർത്താവ് നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ദിസ് ഇസ് സംതിങ് വി നീഡ് ടു നോ. വി മൈറ്റ് നോട്ട് ഫീൽ ദിസ് വേ, ബട്ട് വി നീഡ് ടു നോ ദിസ്. ഒരുപക്ഷെ നമ്മുടെ ഫീലിങ്സ് പഴയ മനുഷ്യൻ ജഡസംബന്ധമായി നമ്മൾ മരിച്ചിരിക്കും. രക്ഷയുടെ അനുഭവത്തിൽ വന്നിരിക്കുന്ന ഏത് വിശ്വാസിയും, ഐ വാണ്ട് യു ടു നോ ദിസ് ഫാക്ട്, യു ആർ ഡെഡ് ടു യുവർ ഓൾഡ് മാൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദ ഓൾഡ് മാൻ ഇസ് ഡെഡ്, ബട്ട് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് വേ. യു മേ നോട്ട് ഫീൽ ദാറ്റ് വേ, ബട്ട് ദാറ്റ്സ് ദ ട്രൂത്ത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമ്മൾ ക്രിസ്തു യേശുവിലാകുമ്പോൾ നമ്മളെ പഴയ മനുഷ്യനിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കോപം ഉണ്ട്, ശരിയാണ്, കോപമുണ്ട്. ആ പഴയ മനുഷ്യന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഞാൻ അതിന് അധികാരം കൊടുത്തില്ലെങ്കിൽ അതിനൊരു അധികാരവുമില്ല. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇടയ്ക്ക് ആ പഴയ മനുഷ്യനെ ഒന്ന് എടുത്തിടും. എനിക്ക് മദ്യപാനം ഒരു ഭയങ്കര പ്രയാസം, ശരിയാണ്. ദ അഡിക്ഷൻ ഇസ് റിയൽ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ജഡസംബന്ധമായി മരിച്ച വിശ്വാസി, പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. യു ഹാവ് ടു നോ ഇറ്റ്. ഐ ഹാവ് ടു നോ ഇറ്റ്. പണ്ട് ഏതൊക്കെ വിധത്തിൽ, ഏതൊക്കെ ദുർമാർഗത്തിൽ ഞാൻ നടന്നവനാണെങ്കിലും ക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു, ഞാൻ ഉപേക്ഷിച്ച്. പക്ഷെങ്കിൽ പ്രശ്നം എന്നാ? ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പഴയ മനുഷ്യനെ എടുത്ത് മാറ്റി വെക്കണം. ദാറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്?
വളരെ വ്യക്തമായി പറയുന്നു, വി ഹാവ് ടു ബി റിന്യൂഡ് ഇൻ അവർ മൈൻഡ്. ഇങ്ങനെയാണ്. കാരണം എന്നാ, എൻ്റെ ഫീലിങ്സ് ഇസ് ടെലിങ് മീ അതർവൈസ്. എനിക്ക് എൻ്റെ ഫീലിങ്സ് പല കാര്യങ്ങൾ എന്നോട് പറയുന്നു. ദാറ്റ് ഐ എം എഡിക്റ്റഡ്, ഐ ഹാവ് ദിസ് പ്രോബ്ലം, ഐ ഹാവ് എൻ ആങ്കർ ഇഷ്യൂ, ഐ ഹാവ് എ ഇമ്മൊറാലിറ്റി പ്രോബ്ലം. ഇതെല്ലാം എൻ്റെ ഫീലിങ്സ് എന്നോട് പറയുന്നുണ്ട്. ശരിയാണ്, കാരണം അങ്ങനെ ഞാൻ നടന്നത് ഒരു കാലത്ത്. എന്നാൽ ഇന്നെങ്ങനാ? ഇന്ന് കർത്താവ് പറയുന്നത്, ജഡസംബന്ധമായി ഞാൻ മരിച്ചു, പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കണം. കാരണം ആ മനുഷ്യന് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ജീവന്റെ പുതുക്കത്തിൽ ഞാൻ നടക്കണം, എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കണം. ബിക്കോസ് ഇഫ് യുവർ മൈൻഡ് ഇസ് നോട്ട് റിന്യൂഡ്, യു വിൽ നെവർ ബി ഏബിൾ ടു ഗ്രാസ്പ് ദിസ് ന്യൂ മാൻ. ഈ പുതിയ മനുഷ്യനായിട്ട് നടക്കാൻ സാധിക്കത്തില്ല. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവവചനത്തിൽ വസിച്ചാൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ദർ ഇസ് നോ അതർ വേ. എൻ്റെ പരിശ്രമം കൊണ്ട് ഇത് സാധിക്കത്തില്ല. നാളെ മുതൽ നിങ്ങൾക്കറിയത്തില്ല, ഞാനിത് ചെയ്യത്തില്ല, ചെയ്തിരിക്കും. കാരണം എന്നാ? ജഡസംബന്ധമായി കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ എനിക്ക് അതിൻ്റെ മേൽ അധികാരം നേടാൻ ഒക്കത്തില്ല. ദൈവം തന്നിരിക്കുകയാണ്. പുതിയ മനുഷ്യനായി നാം ക്രിസ്തുവിനോടുകൂടി ഇരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഗോഡ് ഹസ് ഓൾറെഡി മേഡ് യു എ ന്യൂ മാൻ. അതിന്റെ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ പുതുക്കണം. ഐ ഹാവ് ടു റിന്യൂ മൈ മൈൻഡ്. അല്ലെങ്കിൽ ഞാൻ പഴയ മനുഷ്യനിൽ തന്നെ ഞാൻ ജീവിക്കും. ഓക്കെ, അപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ഞാൻ വരുമ്പോൾ പെട്ടെന്ന് ഒരു റിന്യൂവൽ നടക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം, ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം വരുന്നത് എങ്ങനെ? ക്രിസ്തുവിനെ കണ്ടപ്പോൾ, വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ. എന്നാൽ ഈ കണ്ടിന്യൂവൽ റിന്യൂവൽ നടക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കണം. എനിക്ക് ലഭിച്ച ദൈവവചനത്തിനനുസരിച്ച് ഞാൻ നടക്കണം. ദൈവഹിതപ്രകാരം ഞാൻ നടക്കണം. അങ്ങനെയാണ് പുതുക്കം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എങ്ങനെയാണ് പുതു മനുഷ്യനായിട്ട് ഞാൻ നടക്കുന്നത്? ദൈവവചനത്തിന് മുമ്പിൽ ഞാൻ ഇരിക്കണം. ദൈവവചനം എന്നോട് എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കണം. ദൈവ ഇഷ്ടം എന്താണെന്ന് ഞാൻ അന്വേഷിക്കണം. ദൈവ ഇഷ്ടം അനുസരിച്ച് ഞാൻ നടക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലൈഫ് ഇസ് വെരി സിമ്പിൾ. അറിയോ? വെരി സിമ്പിൾ. ദൈവവചനം വായിക്കുക, വായിക്കുന്നതനുസരിച്ച് നടക്കുക. കർത്താവ് എന്തെങ്കിലും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞത്, ട്രസ്റ്റ് ആൻഡ് ഒബേ, ഫോർ ദർ ഇസ് നോ അതർ വേ ടു ബി ഹാപ്പി ഇൻ ജീസസ് ദാൻ ടു ട്രസ്റ്റ് ആൻഡ് ഒബേ. ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യൻ ലൈഫ് ഇസ് സോ സിമ്പിൾ. ഒബേ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഒബേ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സിനെ നമുക്ക് പുതുക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പുട്ട് ഓൺ ദ ന്യൂ സെൽഫ്. അതുകൊണ്ട് പഴയ മനുഷ്യന്റെ അടുത്ത് മാറ്റി വെക്കുക, പുതിയ നമ്മുടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക, പുതിയ മനുഷ്യനെ ധരിക്കുക. പുതിയ മനുഷ്യനെ ധരിക്കുക. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോൾ വരുന്നത്. സോ ദ വാക്ക് ഓഫ് ദ ന്യൂ സെൽഫ്. പഴയ മനുഷ്യനെ നമ്മൾ ഇപ്പം പഴയ മനുഷ്യനെ ഓഫ് ആക്കുക, പുതിയ മനുഷ്യനെ ഓൺ ആക്കുക. ഇങ്ങനെ ഈ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളത്, പ്രിയമുള്ളവരെ, എവ്രി ഡേ നമ്മൾ മരിക്കുന്നത് വരെ അതൊരു ബാറ്റിലായിരിക്കും. ഇറ്റ് വിൽ ബി എ ബാറ്റിൽ. ഓക്കെ, ഒരുപക്ഷെ ചില പാപ സ്വഭാവങ്ങൾ നമ്മുടെ മേലുള്ളതിൻ്റെ ശക്തി കുറഞ്ഞു വരുമായിരിക്കാം. ബട്ട് ഇറ്റ് വിൽ ഓൾവേസ് ബി എ ബാറ്റിൽ ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് സെൽഫ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തു കൊള്ളണം. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വലിയപ്പച്ചൻ കൊച്ചുകുഞ്ഞുപദേശിയെ കാണാൻ പോയപ്പം സംഭവിച്ച കാര്യം ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊച്ചുകുഞ്ഞുപദേശിയെ കാണാൻ പോയപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ കട്ടിലേ കിടക്കുമ്പോഴേ എൻ്റെ ഗ്രാൻഡ് ഫാദർ പപ്പായോട് പറഞ്ഞു, കെ വി ചെറിയാൻ എൻ്റെ പപ്പായുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്. എന്നിട്ട് ഈ തൊലി അങ്ങോട്ട് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, ചെറിയാച്ചോ, ഇതുണ്ടല്ലോ, ഇതിപ്പോഴും ചത്തിട്ടില്ല കേട്ടോ എന്ന്. ഇതിപ്പോഴും ചത്തിട്ടില്ല. മരിക്കാൻ കിടക്കുന്ന വിശുദ്ധനായ ഭക്തനായ മനുഷ്യൻ പറയുക, ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ഇതിനോട് യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം ജഡീക ഇച്ഛകൾ, ജഡീക ആഗ്രഹങ്ങൾ, ഇതെല്ലാം ആത്മാവിനെതിരെയുള്ള കാര്യങ്ങളാണ്. മരിക്കുന്നത് വരെ വി ഹാവ് ടു ഫൈറ്റ് ഇറ്റ്. പക്ഷെ ഡെയിലി പുതുക്കത്തിൻ്റെ, എല്ലാ ദിവസവും പുതുക്കത്തിൻ്റെ ആത്മാവിൽ നാം നടക്കണം എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ഇനി പുതിയ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പൊസിഷൻ ഒക്കെ പറഞ്ഞു തന്നു. അതൊക്കെ എവിടാണെന്നും, നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണെന്നും, ക്രിസ്തു യേശുവിനോട് കൂടെ ഉള്ളവരാണെന്നും, വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും, ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ജീവിക്കേണ്ടത്? അവിടെ 4-5 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. എങ്ങനെ നമ്മൾ ജീവിക്കണം? ഹൗ ഷുഡ് വി ലിവ്? ഒന്നാമത്, വി ഹാവ് ടു സ്പീക്ക് ദ ട്രൂത്ത്.
25-ാമത്തെ വാക്യം, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പോൾ ഫ്രം ലൈയിങ്, ഓൾഡ് സെൽഫ് ഇസ് ലൈയിങ്, അതിനെ നമ്മൾ മാറ്റി നിർത്തി. ന്യൂ സെൽഫ് ഇസ് വാട്ട്? സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഓക്കെ, പഴയ ഉടുപ്പെടുത്ത് മാറ്റുമ്പോൾ ഭോഷ്ക് മാറ്റി വെക്കണം, പുതിയ ഉടുപ്പെടുത്ത് വെക്കുമ്പോൾ സത്യം സംസാരിക്കണം. വെളിപ്പാട് പുസ്തകം, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഭയങ്കര ശക്തമായിട്ട് നമ്മൾ പ്രസംഗിക്കും. വെളിപ്പാട് പുസ്തകം 21:8 എന്താ പറഞ്ഞത്? ഭോഷ്ക് പറയുന്നവനും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. സോ ലയേഴ്സ് വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇന്നലെ ഞാനൊരു കള്ളം പറഞ്ഞല്ലോ, ഞാൻ സ്വർഗരാജ്യം ഇല്ല. ക്രിസ്തുവേശുവിൽ ഒരുവരാണെങ്കിൽ കർത്താവ് പാപം ക്ഷമിക്കും, അതിനെക്കുറിച്ച് ഞാൻ യാതൊന്നും വിഷമം. പക്ഷെങ്കിൽ ചോദ്യം ഇതാണ്, ആർ യു ഇൻ എ പ്ലേസ് വെർ യു ആർ കണ്ടിന്യൂലി ലൈയിങ്? വാ തുറന്നാൽ ഭോഷ്കാണോ അടിക്കടിക്ക് വരുന്നത്? അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായോ? അതൊന്ന് ചോദിക്കണം. ഒരുപക്ഷെ രക്ഷയുടെ അനുഭവം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലായിരിക്കാം, അറിയത്തില്ല. അല്ലാതെ വീണുപോയോന്നല്ല ചോദിക്കുന്നത്, നമ്മളെല്ലാം വീണുപോകും. യോഹന്നാന്റെ സുവിശേഷം 8:44, ഭോഷ്ക് പറയുന്നവൻ ദൈവത്തിന്റെ മകൻ അല്ല, പിന്നെയോ അവൻ പിശാചിന്റെ സന്തതി അത്രേ. യോഹന്നാൻ 8:44. അപ്പോൾ ഈ ഭോഷ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫാദർ ഓഫ് ലൈസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റിവെക്കണം. ഈ ഭോഷ്ക് എന്ന് പറഞ്ഞാൽ, ലൈങ് എന്ന് പറഞ്ഞാൽ ഔട്ട്റൈറ്റ് ബ്ലേറ്റന്റ് ലൈങ് മാത്രമല്ല, എക്സാജറേഷൻ, കൂട്ടിപ്പറയ. മീറ്റിങ്ങിന് 100 പേരെ ഉള്ളായിരുന്നു, ഇന്നലെ ഞാൻ മീറ്റിംഗ് പ്രസംഗിപ്പിച്ചപ്പോൾ 10,000-2,000 പേരുണ്ടായിരുന്നു. പറയരുത്. കുറച്ച് പറഞ്ഞു, 80 എന്ന് പറഞ്ഞു, എനിക്ക് അത്ര ഉറപ്പില്ല. 80 തൊട്ട് 100 വരെ. എക്സാജറേറ്റ് ചെയ്യരുത്. സ്കൂൾ, എൻ്റെ ബൈബിൾ സ്റ്റഡി കേൾക്കുന്ന ഒരുപാട് സ്കൂൾ പിള്ളേരുണ്ട് കേട്ടോ. എനിക്കറിയാം, നമ്മുടെ ബാംഗ്ലൂരിലുള്ള സുജിത്തിൻ്റെ മക്കളൊക്കെ, അവർ നമ്മുടെ ബൈബിൾ സ്റ്റഡി കേട്ടിട്ട് സ്കൂളിൽ അവർ ബൈബിൾ സ്റ്റഡി തുടങ്ങി. സെയിം സാധനം. വലിയ സന്തോഷം, എനിക്ക് വലിയ സന്തോഷം. സ്കൂളിൽ കോപ്പി അടിക്കുന്നത് ശരിയല്ല. നമ്മൾ പിള്ളേരോടെ നമ്മൾ പറയത്തില്ലേ, അതുകൊണ്ട് പോലീസ് വരുന്നു, പോലീസ് വന്നില്ല കഴിക്കണമെന്ന് കൊച്ചു പിള്ളേരോട്. അതിനെന്താ, അത് പ്രശ്നമല്ലേ? അതുപോലും പറയരുത്. അതിനെന്നാ പ്രശ്നം? എന്നാലല്ലേ അത് പറയരുത്. നമ്മുടെ കുടുംബത്തിൽ പിള്ളേർ അറിഞ്ഞിരിക്കണം, അങ്ങനത്തെ കള്ളം പോലും തമാശയ്ക്ക് പോലും പറയത്തില്ല എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഉയരണം, പ്രിയമുള്ളവരെ. അത് വലിയ മഹാപാതകമാണെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ആ ഒരു ഭോഷ്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ പഠിക്കണം. പേർപ്പസ്ലി വിത്ത്ഹോൾഡിങ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു ഡിസീവ് ഓർ മിസ്ലീഡ്. ചില കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പറയത്തില്ല. കാരണം എന്നാ, പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പകുതി, അതും ചതിക്കാൻ വേണ്ടി അല്ല. എല്ലാവരോടും പറയണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. മുഴുവൻ സ്റ്റോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ചിലരോടൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ അവരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചില ഇൻഫർമേഷൻ വിത്ത്ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഭയ്ക്കകത്ത്, ഞാൻ ഈ പറയുന്നത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യം ഇതുവരെ പറഞ്ഞു. പക്ഷെ സഭയ്ക്കകത്ത് നമ്മൾ എന്താണ് പൗലോസ് പറയുന്നതെന്നറിയാമോ? നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഒരു സഭ നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ തമ്മിലുള്ള അവയവങ്ങൾ, നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭോഷ്ക് പറയരുത്. ദ ചർച്ച് കനോട്ട് ഫങ്ഷൻ വെൽ ഇഫ് ദർ ഇസ് ഫാൾസ്ഹുഡ്. ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്, എങ്ങനെയാണ് നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്? ന്യൂ ലൈഫ്. ഭോഷ്കിൽ നിന്ന് സത്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. ഭോഷ്കിൽ നിന്ന് സത്യത്തിലേക്ക്. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? 26 and 27 chapter 4. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. രണ്ടാമത്, ആദ്യം പറഞ്ഞു ഭോഷ്കിൽ നിന്ന് സത്യത്തിലേക്ക് നിങ്ങൾ മാറണം. 2, you have to move from unrighteous sin to righteous anger. Unrighteous anger to righteous angerലേക്ക് നിങ്ങൾ പോകണം. ഈ കോപം വന്നാൽ, കോപിക്കരുതെന്ന് അവിടെ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കോപിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ കോപത്തിൽ നിങ്ങൾ പാപം
ചെയ്യരുത്. കോപം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഒരു ഇമോഷനാണ്. അതായത് സ്നേഹം എന്നുള്ള ഇമോഷൻ, എക്സ്പ്രഷൻസ് ഓഫ് ലവ് എന്ന് പറയുന്നത് പോലെ തന്നെ ആങ്കർ ഈസ് എൻ ഇമോഷൻ ദ ലോർഡ് ഹാസ് ഗിവൺ us. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് മുന്നിൽ പോകുമ്പോൾ മുമ്പിലത്തെ വണ്ടിക്കാരൻ അകത്തെ ഈ ഗാർബേജ് എല്ലാം കൂടെ എടുത്ത് റോഡിൽ കളയുമ്പോൾ എനിക്ക് രക്തം തിളയ്ക്കുന്നത്, ദാറ്റ് ഈസ് ദ റൈറ്റ് ആങ്കർ. കാരണം എന്നാ, ശരിയായിട്ടുള്ളത് ശരി ചെയ്തില്ല എങ്കിൽ അകത്ത് കോപം വരും. തെറ്റായ ഒരു കാര്യം നമ്മൾ ചുറ്റിൽ കാണുമ്പോൾ നമ്മുടെ കോപം ഉണ്ടാകണം. ദർ ഷുഡ് ബി റൈച്ചസ് ആങ്കർ. ക്രിസ്തു എൻ്റെ പ്രാർത്ഥനാലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് ചാട്ട എടുത്തവനാണ് നമ്മുടെ ക്രിസ്തു, അല്ലേ? കാരണം കോപം ഇസ് എ ഗുഡ് ഇമോഷൻ ഗോഡ്. പക്ഷെങ്കിൽ എന്താ പറയുന്നത്, ആ കോപം വരുമ്പോൾ ആ കോപത്തിൽ നിങ്ങൾ പാപം ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചിലപ്പോൾ കോപം വരുമ്പോൾ വായിൽ നിന്ന് ചിലതൊക്കെ വരാൻ പാടില്ല. ചിലപ്പോൾ കൈ ഒന്ന് ഓങ്ങി ആരെങ്കിലും അടിക്കരുത്. കോപത്തിൽ പാപം ചെയ്യാൻ പാടില്ല. പിന്നെ അഥവാ കോപം വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്തു, അങ്ങനെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്ന് കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോപം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. രാത്രി കിടക്കുമ്പോൾ പല്ലെല്ലാം കൂടെ കടിച്ചുകൊണ്ട് കിടക്കരുത് എന്നാണ് പറയുന്നത്. ആങ്കർ ഒരുപാട് ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ ഹസ്ബൻഡ് വൈഫ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ രക്ഷയുടെ അനുഭവമുള്ള മക്കൾ ഒരുപാട് ഈ കഴിഞ്ഞ കാലം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നത്തിൻ്റെ ഒരു മേഖല ഭർത്താവിനുള്ള കോപം, അമിതമായ കോപം, ഭയങ്കര കോപം, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഇവിടെ ഞാൻ വാസ് കൗൺസിലിംഗ് ഒരു വലിയൊരു വർഷിപ്പ് ലീഡർ, വലിയൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തോ വലിച്ചെറിയുന്നത്, എന്തോ ചെയ്യുന്നത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കോപമുണ്ട്. ചിലപ്പോൾ ആ കോപ സ്വഭാവമായിരിക്കും നമ്മുടെ ബന്ധനം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വെക്കണം. അഥവാ കോപിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കാലെ പിടിച്ച് ക്ഷമ ചോദിക്കണം. കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ബൈ എനി മീൻസ് പ്രിയമുള്ളവർ, നിങ്ങളിത് മനസ്സിലാക്കണം. ഭർത്താക്കന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ മേൽ കൈവെക്കാൻ, ശരീരത്തിൽ കൈവെക്കാൻ എനിക്കും നിങ്ങൾക്കും അനുവാദമില്ല. We have absolutely, it doesn't matter in what background you grew. ഓക്കെ, എനിക്കിതൊക്കെ വലിയ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഈയിടെ ഞാൻ ആളോട് സംസാരിച്ചു. നമുക്കതിന് അനുവാദമില്ല. ദർ ഇസ് നോ, എത്ര കോപം വന്നോ എന്ത് ചെയ്തു, ഇതിനൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. ഏത് കാരണവശാലും, അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. ഇനി അഥവാ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് ശരിയാക്കാതെ കിടന്നുറങ്ങരുത്. കാരണം എന്നാണെന്നറിയാമോ, അങ്ങനെ ചെയ്താൽ ഹൃദയകാഠിന്യം ഉണ്ടാകും. There will be hardness of heart. There will be hardness of heart. Listen to me very carefully. കോപത്തിൽ ദൈവത്തെ യു കനോട്ട്, അതാ ഞാൻ പറഞ്ഞ, യു കനോട്ട് അക്കംപ്ലിഷ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് വെൻ യു ആർ ആംഗ്രി. ഇത് പറ്റത്തില്ല, നടക്കുന്ന കാര്യമല്ല. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഇങ്ങനാണ് ഞാൻ, എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് തണുക്കും. നോ 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 നോ. തണുക്കോ ചൂടാവോ അതൊക്കെ ഇറ്റ്സ് അപ് ടു യു, ബട്ട് യു കനോട്ട് ഷോക്കേസ് യുവർ ആങ്കർ ഇൻ എ വേ ദാറ്റ് ഇസ് ഡിസ്പ്ലീസിങ് ടു ഗോഡ്. കർത്താവിന് നിരക്കാത്ത വിധത്തിൽ നമ്മുടെ കോപത്തിൽ നാം പാപം ചെയ്യരുത് എന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാം, ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, പിശാചിന് ഇടം കൊടുക്കും. അപ്പൊ ഈ പിശാചിന് ഇടം കൊടുക്കുന്നത് എങ്ങനെയാ? കോപം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാചിന് ഇടം കൊടുക്കുകയാണ്. യു ആർ ഗിവിംഗ് ദ ഡെവിൾ എ ഫുട് ഹോൾഡ്. വേണോ? പിശാചിന് ഇടം കൊടുക്കണോ? അവനൊരു ശകലം ഇടം കൊടുത്താൽ മതി. യു ഗിവ് ഹിം എന്താ പറയുന്നത്, ഒരു ഫുട് ഹോൾഡ് കൊടുത്താൽ മതി. പിന്നെ മുഴുവൻ സംഭവം കൊണ്ടായിരിക്കും പിന്നെ പോകുന്നത്. So be very, 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 very careful that in your anger, do not sin. Do not sin. അപ്പൊ പഴയ മനുഷ്യൻ ഇങ്ങനെ പൊങ്ങി വരും. പഴയ ഭാഷകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പറയണം, ഇത് പഴയ മനുഷ്യനാണ്, ഞാൻ ആ മനുഷ്യനല്ല, ഞാൻ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഐ ആം എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. ഡു നോട്ട് സിൻ ഇൻ യോർ ആങ്കർ. ഒന്ന് ഞാൻ പറഞ്ഞു, that we have to move from lying to speaking the truth. രണ്ട്, from unrighteous anger to righteous anger. മൂന്ന്, from stealing to sharing. From stealing to sharing. 4:28, കള്ളൻ ഇനിയും കക്കാതെ
മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കക്കുക എന്ന് പറയുന്നത് പാപമാണ്. പിന്നെ എൻ്റെ ബൈബിൾ സ്റ്റഡി കേൾക്കുന്നവരൊന്നും കക്കുന്നവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് നമുക്ക് വലിയ വിഷയമല്ല. എഗൈൻ, എന്നെ കേൾക്കുന്ന യൗവനക്കാരുണ്ടെങ്കിൽ, അപ്പൻ്റെ പാൻറ്റിനകത്തിരുന്ന 100 രൂപ എടുത്തുകൊണ്ട് പോയപ്പോഴേ ജ്യൂസ് വാങ്ങിക്കാൻ, ദൈവസന്നദ്ധിയിൽ അത് കക്കുക കേട്ടോ. നിങ്ങളോട് അങ്ങ് അറിയിക്കുക, ബിഫോർ ഗോഡ് യു ഹാവ് സ്റ്റോളൻ. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പനോടും അമ്മയോടും ചെന്ന് സോറി പറഞ്ഞേക്കണം. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കുക. അപ്പനോട് അമ്മ അപ്പം ക്ഷമിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞേക്കണം, ഇന്ന ദിവസം സ്പോർട്സ് ഡേക്ക് ഞാൻ ഇത്ര രൂപ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് പറഞ്ഞിരിക്കണം. ഇറ്റ് ക്യാൻ ബി ബിഗ്, ഓർ ടേക്കിംഗ് മണി ഫ്രം യുവർ ഫാദേഴ്സ് വാളറ്റ്, ഓർ ചീറ്റിംഗ് ഓൺ ദി ഇൻകം ടാക്സ് റിപ്പോർട്ട്, ഓർ കിഡ് സ്റ്റീലിംഗ് ഫോർ ഫൺ. തമാശക്ക് പിള്ളേർക്ക് അതൊരു ഒരു ഒരു രസമാണ്. ഏതാ, അവൻ്റെ പെൻസിൽ എടുത്തുണ്ടെങ്കിൽ വന്നു, അതൊരു രസമാണ്. ഒക്കത്തില്ല. യു കനോട്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മച്ചി മേളിൽ താമസിക്കുമ്പം അവിടെ നവജോതിൻ്റെ ഓഫീസിൽ പേപ്പർ ഇങ്ങനെ ടൈപ്പ് റൈറ്ററിൻ്റെ സൈഡിൽ ഇങ്ങനെ 2 ഇങ്ങനെ സ്റ്റാക്ക് ഉണ്ട്, പേപ്പർ സ്റ്റാക്ക്. അപ്പം ഞാൻ അതിലെ ഒരു പേപ്പർ സ്റ്റാക്ക് എടുത്ത്, പേപ്പർ സ്റ്റാക്കല്ല, ഒരു പേപ്പറോ 2 പേപ്പറോ അങ്ങനെ എടുത്ത് ഇത് എന്നാ എയറോപ്ലെയിൻ ഉണ്ടാക്കാനേ. അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ വന്നപ്പം, എടാ ആ പേപ്പർ എന്തി? ഞാൻ പറഞ്ഞു, ഞാൻ എയറോപ്ലെയിൻ ഉണ്ടാക്കി. നിന്റെ അപ്പനോട് പറഞ്ഞു ഇവിടെ ആ 2 പേപ്പർ എടുത്ത് മാറ്റി തിരിച്ചു വെച്ചേക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാ? ആ 2 പേപ്പർ ആയതുകൊണ്ടല്ല, നമ്മൾ മനസ്സിലാക്കണം, അത് അടിച്ചുകൊണ്ട് പോകാനൊന്നും ഇവിടെ പെർമിഷൻ, അതിനു വേണ്ടി അല്ലാതെ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ വാല്യൂ ഓഫ് ഇറ്റ്. അറിഞ്ഞിരിക്കണം അത് ചെയ്യരുത് എന്നുള്ളത്. മനസ്സിലായ? അതാ നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. സോ ഇറ്റ് ക്യാൻ ബി ബിഗ്, ഇറ്റ് ക്യാൻ ബി ടേക്കിംഗ് മണി, ഇറ്റ് ക്യാൻ ബി സ്മോൾ, പക്ഷേ സ്റ്റീലിംഗ് ഇസ് സിൻ. അത് പോട്ടെ. ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്തുവാ? പുതിയ മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ്റെ കൈ കൊണ്ട് അധ്വാനിക്കണം. സി, ഗോഡ് ഈസ് ഗിവിംഗ് അസ് ദ പെർമിഷൻ ആൻഡ് ദ പ്ലെഷർ ഓഫ് വർക്കിംഗ് വിത്ത് അവർ ഹാൻഡ്സ്. കൈ കൊണ്ട് അധ്വാനിക്കണം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ കാര്യങ്ങൾ നടത്താനും, പിന്നെന്തുവാ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും. ഇറ്റ് ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ദൈവം എന്തിനാ തന്നിരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതാനും, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും. അതുകൊണ്ട് യു ഹാവ് ടു മൂവ് ഫ്രം സ്റ്റീലിംഗ് ടു ഷെയറിങ്. ചുറ്റുമുള്ളവർക്കെല്ലാം നന്മ ചെയ്യാൻ നല്ലൊരു മാർഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കഴിവുകൾ. എന്തിനു വേണ്ടിയാ? അധ്വാനിച്ച് പണമുണ്ടാക്കി ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കുക. ഇറ്റ്സ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. എനിക്കൊരു സ്നേഹിതനുണ്ട്, നമ്മുടെ മിനിസ്ട്രി അദ്ദേഹം സപ്പോർട്ട് ചെയ്തു, ചെറുപ്പക്കാരൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ, അദ്ദേഹം ചിലപ്പോൾ പറയും, എനിക്ക് ബിസിനസ് എല്ലാം പൂട്ടി ഒരു മിഷണറി ആകണമെന്നൊക്കെ എന്നോട് എപ്പോഴും പറയും. അപ്പോൾ ആ ബിസിനസ് ഒരു കാര്യത്തിൻ്റെ ഒരു ഫേസ് വന്നപ്പം നമ്മുടെ മിനിസ്ട്രിയിൽ കുറച്ച് ആവശ്യങ്ങൾ വന്നു. പുള്ളി എൻ്റെ ഒരു അടുത്ത സ്നേഹിതനായതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ ആഴ്ചയും ഞങ്ങൾ സംസാരിക്കും, പല കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ഞാനിങ്ങനെ, നമുക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ. അപ്പോൾ പുള്ളി വളരെ സന്തോഷത്തിനോട് പറയാ, ഇനി എനിക്ക് അധ്വാനിക്കാൻ ഒരു മോട്ടിവേഷനായെന്ന്. എന്തുകൊണ്ടാ? കാരണം മറ്റുള്ളവർക്ക് കരുതാൻ എനിക്ക് ഒരു അവസരം കൂടെ ദൈവം തന്നിരിക്കുക. അപ്പം ഇതിനകത്തൊരു ജോയ് ഉണ്ട്. എന്താണ്? നല്ലതുപോലെ കൈകൊണ്ട് വേല ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലേ? നമ്മൾ നല്ലപോലെ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് കരുതാൻ പറ്റി, കുഞ്ഞുങ്ങൾക്ക് ഇതൊരാവശ്യമായിരുന്നു, ഇതൊന്ന് വാങ്ങാൻ പറ്റി, ഇറ്റ്സ് ഗുഡ്, സാറ്റിസ്ഫൈ. അതുമാത്രമല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനൂടെ ദൈവം തന്നിരിക്കുന്ന നല്ലൊരു മുഖാന്തരം. സോ വർക്ക് ഇസ് വെരി ഗുഡ്. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു കാര്യമാണ്. ജോലി ചെയ്യാത്തവൻ തിന്നരുതെന്നൊക്കെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഗോഡ് ഹസ് ഗിവൺ us വർക്ക് ടു എൻജോയ്. അതിന് സെക്യുലർ എന്നൊന്നും അതിനെ വിളിക്കരുത്. ഇറ്റ് ഈസ് എ വർക്ക് ദാറ്റ് ഗോഡ് ഹസ് ഗിവൺ യു സോ ദാറ്റ് യു ക്യാൻ എൻജോയ് ഇറ്റ്. എന്തിനു വേണ്ടിയാ? സോ ദാറ്റ് യു ക്യാൻ ബ്ലെസ് യുവർ ഫാമിലി, യു ക്യാൻ ബ്ലെസ് അതേഴ്സ് ഓൾസോ. അപ്പോൾ അതിൽ നിന്ന് മാറി ഷെയറിങ്ങിലേക്ക് നമ്മൾ നീങ്ങണം. പിന്നെന്താ പറയുന്നത്? ഫ്രം അൺഹോൾസം വേർഡ്സ് ടു ഹോൾസം വേർഡ്സ്. 29 to 30, 29 മുതൽ 30 വരെയുള്ള വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത് എന്താണ്?
ആളുകളെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ വേണം വായിൽ നിന്ന് വരാൻ. ഓക്കെ, ആവശ്യമില്ലാത്ത ഒന്നും വരരുത്. ആ ഈ തമാശയൊക്കെ പറയുമ്പോൾ തമാശ പറയണം, ചിരിക്കണം, നല്ല തമാശ പറയണം, നല്ലതുപോലെ ചിരിക്കണം. ഈ ആകാത്ത തമാശകൾ പറയരുത്. ലോകം പറയുന്ന പോലെ ഈ കളേർഡ് ജോക്സ് ഇല്ലേ, പറയരുത്. പ്രൊഫാനിറ്റി, വൾഗാരിറ്റി, ചില വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് വരരുത്. അതിൽ വലിയ തെറ്റൊന്നും ഇല്ലെങ്കിലും ഈയിടെ എൻ്റെ മക്കള് ഏതാണ്ടൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ആ വാക്ക് വേണ്ട. അപ്പം അതിനകത്ത് എന്തോ തരും, അതിന് ഡിക്ഷണറി ഒക്കെ എടുത്തുകൊണ്ട് വരും, അത് ഇതാ അതിൻ്റെ അർത്ഥം ഇങ്ങനെ. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, അത് നമുക്ക് നമ്മുടെ ഇതിനകത്ത് പറ്റുന്നൊരു കാര്യമല്ല, നമുക്കത് വേണ്ട. എന്തിനാ നമുക്കത്? അപ്പോൾ നമ്മുടെ വാക്കുകൾ വിലയേറിയതായിരിക്കണം, ഘനമേറിയതായിരിക്കണം, കൃപയുള്ളതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, ആളുകളെ ബിൽഡപ്പ് ചെയ്യുന്നതായിരിക്കണം, ആളുകളെ നശിപ്പിക്കുന്നതാകരുത്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ സംസാരിച്ചാലും ആത്മീക വർധനവുണ്ടാകുന്ന വാക്കുകളായിരിക്കണം. ഇപ്പം നിങ്ങൾ സ്നേഹിതന്മാരെ ഒന്ന് കണ്ടു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, തമാശകളൊക്കെ പറഞ്ഞു, അല്ല, എല്ലാത്തിലും ആളുകൾക്ക് ആത്മീയ വർധനം എന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് കാണുമ്പം സീരിയസ് ആയിട്ട് ചില പുള്ളികളുണ്ട്, അങ്ങ് ആത്മീയത കൂടി കഴിഞ്ഞ് പിന്നെ മിണ്ടത്തില്ല, ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ളവരോട് നമുക്ക് സംസാരിക്കാനും പറ്റത്തില്ല, ബന്ധമൊന്നും ഉണ്ടാക്കാനും പറ്റത്തില്ല. അങ്ങനൊന്നും ആകണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ആവശ്യത്തിന് സംസാരിക്കണം, ആവശ്യത്തിന് തമാശകൾ പറയണം, പക്ഷേ പൊട്ടച്ചിരി, കളിവാക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെക്കണം. ഘനമേറിയ കാര്യങ്ങൾ, വാട്ട് വിൽ എഡിഫൈ. കൂടെ കൂടി കഴിഞ്ഞ ഉടനെ വല്ലവൻ്റെ കുറ്റമൊന്നും ഇരുന്ന് പറയരുത്, അത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈവൻ വെറുതെ ഒരു ദൈവമനുഷ്യൻ, അതായത് നമ്മൾ കർത്താവിനെ അറിയുന്ന ദൈവമക്കള് കൂടെ ഇരുന്നൊന്ന് സംസാരിക്കുന്ന ആ സമയത്തിന് ചിലപ്പോൾ ചിലർ കേൾക്കേണ്ട ചില സന്ദേശങ്ങളായി മാറും. നമ്മൾ വലിയ പ്രസംഗമൊന്നുമല്ല പ്രസംഗിക്കുന്നത്, പക്ഷേ ഇറ്റ് മൈറ്റ് ബി സംതിങ് ദാറ്റ് എ പേഴ്സൺ നീഡ്സ് അറ്റ് ദാറ്റ് മൊമെന്റ്. അത് നിങ്ങൾ മറക്കരുത്. പിന്നെ ഇറ്റ് ഷുഡ് ബി ഗ്രേഷ്യസ്, കൃപ ഏറിയതായിരിക്കണം. കാരണം എന്നാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. ഞാൻ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, യേശുക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ധാരണയിൽ ചില വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ, അയ്യോ, ഞാൻ പറയത്തില്ലേ, ഏതെങ്കിലും കാരണവശാൽ ആവശ്യമില്ലാത്തൊരു വാക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വന്നാൽ അപ്പനെന്നുള്ള നിലയിൽ എനിക്ക് ദുഃഖം വരും. എൻ്റെ മകൻ അത് പറയണ്ട, അപ്പുറത്ത് പറഞ്ഞോട്ടെ. അപ്പൊ എന്താ പറയുന്നറിയോ? ബട്ട് അപ്പ ഓൾ ഓഫ് ദം ആർ യൂസിങ് ദീസ് വേർഡ്സ്, അല്ലേ? അതാണ് നമ്മുടെ മക്കൾ പറയുന്നത്. എവ്രിബഡി ഈസ് സേയിങ് ദാറ്റ്, എവ്രിബഡി. ഞാൻ പറയും, ദേ മേ, യു മേ നോട്ട്. അവർ യൂസ് ചെയ്തോട്ടെ, പക്ഷെ നീ എൻ്റെ മോനല്ലേ, നീ എൻ്റെ മോളല്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നത്? അവരത് ഉപയോഗിച്ചോട്ടെ, പക്ഷെ നീ എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ. അപ്പൊ ആ ലെവലിന് ഒത്ത വാക്കുകളെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോളണം. അപ്പം നമ്മുടെ വാക്കുകൾ വളരെ കൃപയുള്ളത് ആയിരിക്കണം. പിന്നെ അവസാനം എന്താ പറയുന്നത്? ഫ്രം വൈസ് ടു വെർച്യു. എന്താണ് പറയുന്നത്? നമ്മൾ വിട്ട് കളയേണ്ടത്. പിന്നെ പറയാം, എല്ലാ കയ്പും, കോപവും, ക്രോധവും, കൂറ്റാരവും, ദൂഷണവും, സകല ദുർഗുണമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ പുതിയ മനുഷ്യന്റെ പ്രത്യേകത തന്നെ ഈ കയ്പ് പാടില്ല. ചിലർക്ക് അങ്ങ് ഭയങ്കര കയ്പ് അറിയാം, അവരുടെ ജീവിതം മുഴുവൻ കയ്പ്. അതുകൊണ്ട് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നവരെ, അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ വിന്നാഗിരിക്കകത്ത് മുക്കിയിരിക്കും. കയ്പ് കഴിച്ചു കഴിയുമ്പോൾ മുഖം കണ്ടിട്ടുണ്ടോ? കയ്പ്. പിള്ളേരുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു നാരങ്ങ കടിച്ചു കഴിയുമ്പോൾ മുഖം ഇങ്ങനെ, അവർ ഇങ്ങനെ ചില വിശ്വാസികളുടെ മുഖം. അതിന്റെ കാരണം എന്നാ? അകത്ത് മുഴുവൻ കയ്പോടെ കയ്പ. ചിക്കൻ കഴിക്കുന്ന പോലാണോ പിള്ളേര് ബിറ്റഗേർഡ് കഴിക്കുന്നത്? ബിറ്റഗേർഡ് വായിക്കാത്തോട്ട് ചെല്ലുമ്പോൾ മുഖം കണ്ടാൽ അറിയാം അകത്തോട്ട് ചിക്കൻ അല്ല പോയത്, ലഡു അല്ല പോയത്, പിന്നെ ബിറ്റഗേർഡാ പോയെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം. എന്ന് പറഞ്ഞ പോലെ ചില വിശ്വാസികൾ ഭയങ്കര ബിറ്ററാ. അവരോട് പിണക്കം, ഇവരോട് പിണക്കം, മറ്റവൻ അങ്ങനെ ചെയ്തു, ഇവരെൻ്റെ മോളോട് അങ്ങനെ ചെയ്തു, അങ്ങ് കയ്പ. അത് വേണ്ട. അത് ഒരു വിശ്വാസിയുടെ പുതിയ ജീവിതത്തിൽ അത് ആവശ്യമില്ല. കോപം, ക്രോധം, ആങ്കർ, റോത്ത് ഒന്നും വേണ്ട. അതാണ് അവിടെ പറയുന്നത്. സ്ലാൻഡർ, ദൂഷണം, ചിലരുടെ ഒരു പ്രത്യേക ഒരു സ്കില്ലാണ് വല്ലവരെയും കുറിച്ച് പറയുക എന്നുള്ളത്. അവരുടെ പ്രത്യേക ഒരു സ്കില്ലാണ്. അവർക്ക് അതിലൊക്കെ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ചിലരാണ് അതിന്റെ ബേസിസിൽ യൂട്യൂബ് ചാനൽ. അതായത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, മറ്റുള്ളവരില്ലായിരുന്നെങ്കിൽ ഈ പുള്ളി യൂട്യൂബിൽ എന്ത് ചെയ്തേനെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. അവരുടെ പ്രത്യേക സ്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ കയറി മാറ്റും. അപ്പൊ അവരെന്ന് പറയുന്ന അവരെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിഷയമില്ല, അല്ലേ? കാരണം രാവിലെ മുതൽ രാത്രി വരെ വല്ലവരെയും കുറിച്ചാണ് പറയുന്നത്.
അത് വേണ്ട, ദൂഷണം വേണ്ട. മറ്റുള്ളവരെ കുറിച്ച് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് വല്ലവരോടും പറയേണ്ട കാര്യമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ മാലിസ്, അങ്ങനെ സകലതും നിങ്ങൾ വിട്ടു ഒഴിഞ്ഞു പോകട്ടെ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നമുക്കെല്ലാം ഇതിൻ്റെ എലമെന്റ്സ് ഉണ്ട്, നമ്മുടെ പഴയ മനുഷ്യൻ്റെ ചില റെമനൻസ്, അതെല്ലാം ഒഴിഞ്ഞു പോകട്ടെ. കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് ഇനി കയ്പ് വേണ്ട. ഇന്ന ആളോട് എനിക്ക് 25 വർഷമായിട്ട് കയ്പുണ്ട്, അത് കാരണം എനിക്ക് രാത്രി ഉറങ്ങുമ്പോഴല്ല ഈ മനുഷ്യൻ്റെ മുഖമാണ് എൻ്റെ മുന്നിൽ വരുന്നത്. അതെല്ലാം ഒഴിഞ്ഞു പോകട്ടെ. നമ്മൾ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാണ്. ഇത് ഒരു വിഷയമല്ല. ഞാൻ കർത്താവിനോട് ചേർന്ന് ഞാൻ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവനാണ്. ഇവിടെ എന്തെങ്കിലും നടന്നോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, ഞാൻ ആ ഒരു മോഡിലല്ല എന്നുള്ളത്. ക്രോധത്തിൻ്റെയും ഒക്കെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നേ, നിങ്ങളെല്ലാം കട്ടായി പോയി, ഞാനിവിടെ വൻ തകർത്ത് വെച്ച് പ്രസംഗിക്കുക. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇങ്ങനെയാണോ നമ്മൾ ചിലപ്പോൾ ദൈവത്തോട്, ദൈവം വല്ലതും കേൾക്കുന്നുണ്ടോയെന്ന് വരെ നമ്മൾ നമ്മുടെ പക്ഷേ ഈ കയ്പും ഇങ്ങനത്തെ ഉള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എന്താണ് പിന്നെ നമ്മുടെ പുതിയ മനുഷ്യൻ എങ്ങനെയായിരിക്കണം? പഴയ മനുഷ്യൻ ഇതെല്ലാം നമ്മൾ എടുത്ത് ഉരിഞ്ഞ് കളയുക കേട്ടോ, നമ്മൾ എടുത്ത് കളയാണ്, നമ്മളത് ഒഴിഞ്ഞു പോകട്ടെ. പുതിയ മനുഷ്യൻ എന്താണ്? വാട്ട് ആർ ദ വെർച്യൂസ്? നമ്മൾ തമ്മിൽ ദയ ഉണ്ടായിരിക്കണം, ടെൻഡർ ഹാർട്ട്, യു ക്യാൻ ബി കൈൻഡ്. ഈ കൈൻഡ്നെസ് ഉണ്ടല്ലോ, കൈൻഡ്നെസ് ഇസ് എ വെരി ഗുഡ് വെർച്യൂ. നമ്മൾ വി ക്യാൻ ബി കൈൻഡ്, നമുക്ക് ജസ്റ്റ് ബി കൈൻഡ്. നമുക്ക് ഒരു രൂപയുടെ നഷ്ടമില്ല പ്രിയമുള്ളവരെ. ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് അവർക്ക് കൈ കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, മസിൽ അത്രയും പിടിക്കണ്ട. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണാത്ത പോലെ ഒന്ന് നടന്നു കളയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ബി കൈൻഡ്. അതാണ് പുതിയ മനുഷ്യൻ. പക്ഷേ എനിക്ക് പുള്ളിയെ കാണുമ്പോൾ കൈ കൊടുക്കാൻ കുഴപ്പമില്ല. പുതിയ മനുഷ്യൻ്റെ നേച്ചർ എന്താണ്? നമ്മൾ കൈ കൊടുക്കും, അതാണ് നമ്മുടെ പുതിയ നേച്ചർ, ടെൻഡർ ഹാർട്ടഡ്. നിങ്ങൾ തമ്മിൽ ക്ഷമിക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരാളോട് അൺഫോർഗിവ്നെസ് വെച്ചുകൊണ്ടിരിക്കരുത്. ആരോടെങ്കിലും ദേഷ്യമോ പിണക്കോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിക്കണം. കാരണം നിരപ്പ് പ്രാപിക്കാത്ത കാലത്തോളം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല, അത് വളരെ വ്യക്തമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഹിൻഡേഴ്സ് പ്രയർ, അൺഫോർഗിവ്നെസ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം എല്ലാവരോടും ക്ഷമിക്കണം എന്നുള്ളത്. അപ്പോൾ ദീസ് ആർ ദ വെർച്യൂസ്. ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന അമേസിംഗ് ഗ്രേസ് എന്ന് പറഞ്ഞ പാട്ട് എഴുതിയ മനുഷ്യനെ, അദ്ദേഹം ഒരു സ്ലേവ് ട്രേഡർ ആയിരുന്നു, പിന്നെ വലിയ അധർമ്മത്തിലൊക്കെ കയറി. അതുകൊണ്ടാണ് അദ്ദേഹം അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റെച്ച് ലൈക്ക് മീ എന്നൊക്കെ പുള്ളി പാടിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിയായ അനേക വർഷങ്ങൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ നോ ഐ ആം നോട്ട് വാട്ട് ഐ ഓട്ട് ടു ബി. ഐ നോ ഐ ആം നോട്ട് what I will be. Okay? Praise God, I am not what I used to be. Okay? അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, I am not what I ought to be. ഞാൻ എങ്ങനെ ആയിരിക്കണോ അതുപോലല്ല ഞാൻ ഒരു ദിവസം എങ്ങനായി തീരും കർത്താവിനെ കാണുമ്പോൾ അതുപോലെയുമല്ല ഞാൻ. But praise God, I am not what I used to be. അതുകൊണ്ട് നമ്മൾ പഴയ മനുഷ്യനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, അയ്യോ കർത്താവേ, പഴയ മനുഷ്യൻ്റെ പല കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ. കർത്താവ് എന്നാ പറയുന്നതെന്നറിയോ? ഡൈ ഡെയിലി, ഡൈ ഡെയിലി, എവറി ഡേ. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ എടുത്തിടുക. പഴയ മനുഷ്യൻ പൊങ്ങി വരുമ്പോൾ പറയാണ്, ഇല്ലില്ല, അത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട, ദാറ്റ് ഇസ് ദ ഓൾഡ് മാൻ. പുതിയ മനുഷ്യനല്ല, പുതിയ മനുഷ്യൻ. ആ പുതിയ മനുഷ്യൻ ദയ, കരുണ, ദീർഘക്ഷമ, റൈച്ചസ് ആങ്കർ, കോപത്തിൽ പാപം ചെയ്യാതിരിക്കുക, ദുർനടപ്പിൽ നിന്ന് നടക്കാതിരിക്കുക. അതുകൊണ്ടാണല്ലോ അഗസ്റ്റീൻ ഇങ്ങനെ വഴിക്ക് പൊക്കോണ്ടിരുന്നപ്പോഴേ കർത്താവിനെ അറിഞ്ഞു. അഗസ്റ്റീൻ വാസ് എ വെരി ഇമ്മോറൽ മാൻ. അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസം ഓരോ സ്ത്രീകളുടെ കൂടെ ജീവിച്ച ഒരു മനുഷ്യനാണ് അഗസ്റ്റീൻ ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം പുറയിൽ നിന്ന് വിസിലടിച്ചപ്പം അഗസ്റ്റിനോട് പറഞ്ഞു, അഗസ്റ്റിൻ ഇറ്റ്സ് മീ. ഒരു സ്ത്രീ ഇങ്ങനെ ഉറക്കെ പറയാ, അഗസ്റ്റിൻ ഇറ്റ്സ് മീ. അപ്പൊ അഗസ്റ്റിൻ പുള്ളിക്കാരി തിരിഞ്ഞു പോലും നോക്കാതെ പറയുക, ഇറ്റ് മേ ബി യു ബട്ട് ഇറ്റ്സ് നോട്ട് മീ. ഇറ്റ് മേ ബി യു ബട്ട് ഇറ്റ് ഇസ് നോട്ട് മീ. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവേശുവിൽ പുതിയ സൃഷ്ടിയാണ്. എൻ്റെ പഴയ മനുഷ്യനെ നിങ്ങൾക്കറിയാം, പുതിയ അഗസ്റ്റീൻ നല്ലത്. ഇത് പുതിയ അഗസ്റ്റീൻ ഇസ് ഡിഫറെൻറ്റ്. നിങ്ങളായിരിക്കാം ഒരു പക്ഷെ ഞാൻ ആള് പഴയ മനുഷ്യൻ അല്ല. അതുകൊണ്ട് വിശ്വാസി, എൻ്റെ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ എന്നൊന്നും ഇനിയും പറയരുത്. അത് നമ്മൾ ഉരിഞ്ഞു കളയുക, അതെടുത്ത് മാറ്റി വെക്കുക. നമുക്കിനി അത് വേണ്ട. നമ്മൾ പുതിയ മനുഷ്യനെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ, ഇനിയിപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലെല്ലാം വീഴ്ചകളുണ്ടാകും. നമുക്ക് കൃപാസനത്തിനടുക്കൽ ഓടിച്ചെന്ന് കർത്താവെ ക്ഷമിക്കണമേ, പുതിയ മനുഷ്യൻ ആ ശക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനുള്ള കാരണം എനിക്ക് തരണമേ. പഴയ മനുഷ്യൻ. പക്ഷേങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ, എൻ്റെ നേച്ചർ ഇങ്ങനെ. നോ. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പുതിയൊരു നേച്ചറാണ്. ഹി ഹാസ് ഗിവൺ അസ് എ ന്യൂ സെൽഫ്.
അത് ഏച്ചു വെച്ചിരിക്കുന്നതോ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നതോ അല്ല. പുതിയ മനുഷ്യൻ, ബ്രാൻഡ് ന്യൂ സെൽഫ്, ആ പുതുക്കത്തിൽ നടക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അതുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നടപ്പ് ഇങ്ങനെയുള്ളതാകണം. വിളിക്ക് യോഗ്യമാം വണ്ണം നാം നടക്കണം. ആളുകൾ നമ്മളെ കാണുമ്പോൾ, കർത്താവ് നമ്മളെ കാണുമ്പോൾ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പലരും ജോൺ ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഞങ്ങൾ ആകേണ്ടതുപോലൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്കറിയാം കർത്താവെ, ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ നീ ഞങ്ങളെ വിടുവിച്ചല്ലോ, പാപത്തിന്റെ ചേറ്റക്കുഴിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയല്ലോ. അതുകൊണ്ട് പഴയ മനുഷ്യനെ വിട്ടുകളയുവാൻ കർത്താവെ, അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ പഴയ മനുഷ്യനുമായി ഞങ്ങൾ ഫെലോഷിപ്പിലെ ആകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. പുതിയ മനുഷ്യനെ ധരിക്കുവാൻ കരുണയുടെയും ദയയുടെയും കർത്താവ് ദീർഘക്ഷമത്തെയും വിശുദ്ധിയുടെയും ആ ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് തന്നെ ഇത് സാധിക്കത്തില്ല എന്ന് ഒരു പ്രാവശ്യം കൂടി ഏറ്റു പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് പുതുക്കുവാൻ, ദൈവവചനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.